ഹായ് ഫ്രണ്ട്സ്, ഡൊമൈൻ ഓഫ് ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമുക്കിനൊരു 2 വീഡിയോസും കൂടെ ആകുമ്പോൾ 2 പാർട്ടും കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇന്നത്തെ വീഡിയോയും നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിന് മുമ്പുള്ള പോർഷൻസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ പോർഷൻസ് കണ്ടതിന് ശേഷം ഇത് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കപ്പാസിറ്റൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കപ്പാസിറ്റൻസിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിനെയും മൂന്നാമത്തെ ചാപ്റ്ററിനെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണമെന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്താണ് ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്, കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കപ്പാസിറ്റേഴ്സ് എന്താണെന്നും എങ്ങനെയാണ് ഒരു കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നതെന്നും കപ്പാസിറ്ററിനകത്തെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ച പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓർ സിംപ്ലി കപ്പാസിറ്ററുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, പല രീതിയിൽ നമുക്ക് സർക്യൂട്ടിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ റെസിസ്റ്ററുകളുടെ കാര്യം പഠിച്ചതുപോലെ റെസിസ്റ്റേഴ്സിനെ സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യാമെന്ന് പഠിച്ചതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കപ്പാസിറ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് കണക്ഷൻ, കപ്പാസിറ്റേഴ്സിൻ്റെ സീരീസ് കണക്ഷനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പമാണ്, 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. എക്സാമിന് ചോദിക്കാൻ സാധ്യത കൂടുതൽ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് 1-2 പ്രോബ്ലംസ്, ജസ്റ്റ് 1-2 പ്രോബ്ലംസ് ഒന്ന് ചെയ്യാം. അപ്പോൾ നോക്കുക, നമ്മളൊരു 3 കപ്പാസിറ്ററുകൾ എടുക്കുകയാണ്. ഇത് ഒന്നാമത്തെ കപ്പാസിറ്റർ, അതിൻ്റെ കപ്പാസിറ്റൻസ് C ആണ്, C1. അതിന് സീരീസ് ആയിട്ട് ഞാൻ അടുത്തൊരു കപ്പാസിറ്ററിനെ വയ്ക്കുന്നു, അതിൻ്റെ കപ്പാസിറ്റൻസ് C2 ആണ്. അതിന് സീരീസ് ആയിട്ട് ഞാൻ മറ്റൊരു കപ്പാസിറ്ററിനെ വയ്ക്കുന്നു, അതിൻ്റെ കപ്പാസിറ്റൻസ് C3 ആണ്. അങ്ങനെ 3 കപ്പാസിറ്ററുകളെ ഞാൻ നേരെ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് കരുതുക, ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, അപ്പം 3 കപ്പാസിറ്റർ എടുക്കുന്നു, 3 കപ്പാസിറ്ററുകളെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആ 3 കപ്പാസിറ്ററുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, സീരീസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ റെസിസ്റ്ററുകളെ കുറിച്ച് 3ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഓൾറെഡി കഴിഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു സീരീസ് കോമ്പിനേഷൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇപ്പോൾ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഈ കറണ്ടാണ് ഈ കപ്പാസിറ്ററുകളിലൂടെ എല്ലാം പാസ് ചെയ്ത് പോകുന്നത്. എല്ലാ കപ്പാസിറ്ററുകളിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് അപ്പോൾ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്, I തന്നെയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, ഓരോ കപ്പാസിറ്ററിലെയും ഈ വരുന്ന I എന്ന് പറയുന്ന കറണ്ടാണ് C1 കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററിലൂടെ പാസ് ചെയ്യുന്നത്. അതേ I കറണ്ട് തന്നെയാണ് C2 കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററിലൂടെ പാസ് ചെയ്യുന്നത്. അത് തന്നെയാണ് C3 കൂടെ പാസ് ചെയ്യുന്നത്. എല്ലാത്തിലൂടെയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആണ്. ഇനി നമുക്കറിയാം എന്താണ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ചാർജിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത്, കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഇറ്റ് ഈസ് എ ചാർജ് തന്നെയാണ്, ഫ്ലോ ഓഫ് ചാർജ്. അപ്പോൾ ഒന്നാമത്തെ കപ്പാസിറ്ററിന് കിട്ടുന്ന ചാർജും രണ്ടാമത്തെ കപ്പാസിറ്ററിന് കിട്ടുന്ന ചാർജും മൂന്നാമത്തെ കപ്പാസിറ്ററിന് കിട്ടുന്ന ചാർജും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. കാരണം കറണ്ട് ത്രൂ ഈച്ച് കപ്പാസിറ്റേഴ്സ് ആർ സെയിം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒന്നാമത്തെ പോയിന്റ് കിട്ടും, ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ, ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ഈസ് സെയിം. ഓരോ കപ്പാസിറ്ററിനും കിട്ടുന്ന ചാർജ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഓരോ കപ്പാസിറ്ററിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആയിരിക്കും. ഞാനിവിടെ ഒന്നാമത്തെ എടുക്കുന്ന എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ V ആണെങ്കിൽ ആ Vയുടെ ഒരു പാർട്ട് ഒന്നാമത്തെ കപ്പാസിറ്ററിന് കിട്ടുന്നു V1 ആയിട്ട്, അതിൻ്റെ ഒരു പാർട്ട് രണ്ടാമത്തെ കപ്പാസിറ്ററിന് കിട്ടുന്നു V2 ആയിട്ട്, അതിലൊരു പാർട്ട് മൂന്നാമത്തെ കപ്പാസിറ്ററിന് കിട്ടുന്നു V3 ആയിട്ട്. എന്ന് പറഞ്ഞാൽ ഓരോ കപ്പാസിറ്ററിനും കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂവിന് എന്ത് ചെയ്തിരിക്കും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റേഴ്സ്. അക്രോസ് ഈച്ച് കപ്പാസിറ്റേഴ്സ് ആർ ഡിഫറൻറ്റ്. കപ്പാസിറ്റേഴ്സ് ആർ ഡിഫറൻറ്റ്. ഓരോ കപ്പാസിറ്ററിനും കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറൻ്റ് ആണ്. ആൻഡ് ദീസ് ഡിപ്പെൻഡ്സ് ഓൺ ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഡിപ്പെൻഡ്സ് ഓൺ ദ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഒന്നാമത്തെ കപ്പാസിറ്ററിന് എന്തുമാത്രം കപ്പാസിറ്റൻസ് പൊട്ടൻഷ്യൽ കിട്ടണമെന്ന് തീരുമാനിക്കുന്നത് C1 ആണ്. രണ്ടാമത്തെ കപ്പാസിറ്ററിന് എന്തുമാത്രം പൊട്ടൻഷ്യൽ കിട്ടണമെന്ന് തീരുമാനിക്കുന്നത് C2 ആണ്. കാരണം എല്ലാത്തിനകത്തെയും ചാർജ് എന്താണ്, സെയിം ആണ്.
ഓക്കെ, ഇനി നമ്മൾ കൊടുക്കുന്ന വി എന്ന് പറയുന്ന പൊട്ടൻഷ്യലാണ് സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നിലുമായിട്ട് പോയത്. അപ്പോൾ നമുക്ക് പറയാം വി ഈസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ ആണ്. വി ഈസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ ആണ്. ഇനി നമുക്ക് അറിയാവുന്നൊരു ഇക്വേഷൻ ഉണ്ട്, സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി. സി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി. നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ മൊത്തം എഫക്റ്റ് എടുക്കുകയാണെങ്കിൽ സർക്യൂട്ടിലെ ടോട്ടൽ ചാർജ് ക്യൂ ആണെന്ന് കരുതുക. അത് നമ്മൾ പറഞ്ഞു എല്ലാ കപ്പാസിറ്ററിനും സെയിം ആണ്, അതുകൊണ്ട് ടോട്ടൽ ചാർജ് ക്യൂ തന്നെയാണ്. ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ വി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും വി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ സി. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വാല്യൂ എത്ര ആയിരിക്കും? വി വൺ ഈസ് ഈക്വൽ ടു അവിടുത്തെ ചാർജ് സെയിം തന്നെയാണ്, ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് സി വൺ. അതാണ് പറഞ്ഞത് വി വണ്ണിൻ്റെ വാല്യൂ അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര ആകണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കപ്പാസിറ്റൻസ് ആണ്. ദെൻ വി ടു ഈസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ബൈ Z2 ആൻഡ് V3 ഈസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ബൈ C3. അപ്പോൾ നമുക്ക് ഈ വാല്യൂസിനെ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ V ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും V ഈസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ, ദാറ്റ് ഈസ് ക്യൂ ബൈ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി വൺ പ്ലസ് ക്യൂ ബൈ സി ടു പ്ലസ് ക്യൂ ബൈ സി ത്രീ. ദാറ്റ് ഈസ് 1 ബൈ സി ഈസ് ഈക്വൽ, എല്ലാ ടേമിനകത്തും ക്യൂ കോമൺ ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയുന്നു. 1 ബൈ സി ഈസ് ഈക്വൽ ടു 1 ബൈ സി വൺ പ്ലസ് 1 ബൈ സി ടു പ്ലസ് 1 ബൈ C3. This is the effective capacitance of this combination. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ആണെന്ന് പറയുന്നത് 1 ബൈ സി ഈസ് ഈക്വൽ ടു 1 ബൈ സി വൺ പ്ലസ് 1 ബൈ സി ടു പ്ലസ് 1 ബൈ സി ത്രീ. അപ്പോൾ ഇങ്ങനെയാണ് സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നത്. ചിലപ്പോൾ എക്സാമിന് ഈ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഈ കാര്യം ഡെറൈവ് ചെയ്യാനായിട്ട് ചോദിച്ചേക്കാം, ഇല്ലെങ്കിൽ പ്രോബ്ലം ചോദിച്ചേക്കാം. നമ്മളടുത്തത് പാരലൽ കോമ്പിനേഷനാണ് പഠിക്കുന്നത്. പാരലൽ കോമ്പിനേഷനും കൂടെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എവിടേക്ക് വരാം? പ്രോബ്ലത്തിലേക്ക് വരാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പാരലൽ കണക്ഷനാണ്. പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, പാരലൽ കണക്ഷൻ. അപ്പോൾ നമ്മൾ 3 കപ്പാസിറ്റർ നേരത്തെ പറഞ്ഞ പോലെ 3 കപ്പാസിറ്റർ എടുക്കുന്നത്. ഒന്നാമത്തെ കപ്പാസിറ്റർ അതിൻ്റെ കപ്പാസിറ്റൻസ് C1 എന്നെടുക്കുന്നു. ദെൻ രണ്ടാമത്തെ കപ്പാസിറ്റർ അതിൻ്റെ കപ്പാസിറ്റൻസ് C2 എന്നെടുക്കുന്നു. മൂന്നാമത്തെ കപ്പാസിറ്റർ അതിൻ്റെ കപ്പാസിറ്റൻസിനെ C3 എന്നെടുക്കുന്നു. 3 കപ്പാസിറ്ററുകൾ. ഈ 3 കപ്പാസിറ്ററുകളെ ഞാൻ എന്ത് ചെയ്യുകയാണ്? പാരലായിട്ട് കണക്ട് ചെയ്യുകയാണ്. 3 കപ്പാസിറ്ററുകളെ ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിനെ ഞാൻ നേരെ കൊണ്ടുചെന്ന് ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ദിസ് ഈസ് അവർ സെൽ. നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ വി ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? പാരലലായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ ഓരോ കപ്പാസിറ്ററിനും കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയാൻ ഇതിന് പാരലായിട്ട് വോൾട്ട്മീറ്റർ വയ്ക്കുക, ഇതിൻ്റെ പൊട്ടൻഷ്യൽ അറിയാൻ ഇതിന് പാരലായിട്ട് വയ്ക്കുക, ഇതിൻ്റെ പൊട്ടൻഷ്യൽ അറിയാൻ ഇതിൻ്റെ പാരലായിട്ട് വയ്ക്കുക. ദാറ്റ് മീൻസ് ഒറ്റ വോൾട്ട്മീറ്റർ കൊണ്ട് തന്നെ നമുക്ക് 3ൻ്റെ അറിയാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് 3 കപ്പാസിറ്ററുകളുടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? സെയിം ആണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ഏതാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റേഴ്സ് ആർ സെയിം. Each capacitors are same. ഓരോ കപ്പാസിറ്ററിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? സെയിം ആണ്. ഇനി സീരീസ് കണക്ഷൻ്റെ പ്രത്യേകം നമുക്കറിയാം. പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നിന്ന് കറണ്ട് വരുന്നു. ഇവിടെ വെച്ചാൽ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിനകത്തൂടെ പോകുന്ന കറണ്ട് I1, ഇതിനകത്തൂടെ പോകുന്ന കറണ്ട് I2, ഇതിനകത്തൂടെ പോകുന്ന കറണ്ട് I3. ദാറ്റ് മീൻസ് കറണ്ട് വേരി ചെയ്യുന്നു. ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞു കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ഇൻ 1 സെക്കൻഡ് എന്നാണ്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ചാർജ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പോകുന്ന കറണ്ട് I1, ഇതിലൂടെ പോകുന്ന കറണ്ട് I2, ഇതിലൂടെ പോകുന്ന കറണ്ട് I3 എന്ന് പറഞ്ഞാൽ 3-നകത്തെയും കറണ്ട് ഡിഫറൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ 3 കപ്പാസിറ്റേഴ്സിലേക്കും എത്തുന്ന ചാർജിൻ്റെ അളവ് ഡിഫറൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഓരോ കപ്പാസിറ്ററിനും കിട്ടുന്ന ചാർജ് എന്താണ്? ഡിഫറൻ്റ് ആണ്. ആൻഡ് ദ വാല്യൂ ഓഫ് ദാറ്റ് ചാർജ് ഡിപ്പെൻഡ്സ് ഓൺ കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂസിനെ എന്ത് ചെയ്തിരിക്കും? ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അടുത്ത പോയിന്റ് അതാണ്, ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റേഴ്സ്. ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റേഴ്സ് ആർ ഡിഫറൻറ്റ്. കപ്പാസിറ്റേഴ്സ് ആർ ഡിഫറൻറ്റ്. എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. ആൻഡ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ, അത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഡിപ്പെൻഡ്സ് ഓൺ
കപ്പാസിറ്റൻസിൻ്റെ വാല്യൂവിനെ എന്ത് ചെയ്തിരിക്കുന്നു, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തേന് കിട്ടുന്ന ചാർജ് Q1, രണ്ടാമത്തേന് കിട്ടുന്ന ചാർജ് Q2, മൂന്നാമത്തേന് കിട്ടുന്ന ചാർജ് Q3 എന്ന് പറഞ്ഞാൽ I1 എന്ന് പറയുന്ന കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജാണ് Q1, I2വിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജാണ് Q2, I3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജാണ് Q3. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് സർക്യൂട്ടിലെ ടോട്ടൽ ചാർജ് അഥവാ Iക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, Q ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ ചാർജ് Q1 പ്ലസ് Q2 പ്ലസ് Q3 ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു, സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അറിയാവുന്ന ഇക്വേഷനാണ് വി ഹാവ് എന്താണ്, C is equal to Q by V, then Q is equal to നമുക്ക് എന്ത് എഴുതാം, C into V എന്ന് എഴുതാം. വേർ Q എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലെ ടോട്ടൽ ചാർജ്, C എന്ന് പറഞ്ഞാൽ ഈ 3 കപ്പാസിറ്ററുകളുടെ ചേർന്നുണ്ടാകുന്ന ടോട്ടൽ അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, V എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ. അത് സെയിം ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും Q1 is equal to C1V, Q2 is equal to C2V and Q3 is equal to C3V. വാല്യൂ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, C into V, അതായത് നമ്മുടെ ഇക്വേഷൻ Q is equal to Q1 plus Q2 plus Q3. Qന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, CV എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് C into V is equal to C1V plus C2V plus C3V. എല്ലാ ടൈമിനകത്തും കോമൺ ആയിട്ടൊരു V ഉണ്ട്. ദാറ്റ് ഈസ് C is equal to C1 plus C2 plus C3. ദിസ് ഈസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അപ്പോൾ കപ്പാസിറ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എങ്ങനെയായിട്ട് മാറും, C is equal to C1 plus C2 plus C3 ആയിട്ട് മാറും. ഇവിടെ നിന്ന് ഓർത്ത് വയ്ക്കുക, നമ്മൾ കുറച്ച് കപ്പാസിറ്ററുകൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെന്ന് കരുതാം. ആ കപ്പാസിറ്റർ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി കപ്പാസിറ്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവയിൽ എങ്ങനെ കണക്ട് ചെയ്യുക, പാരലായിട്ട് വേണം കണക്ട് ചെയ്യാൻ. അതായത് മാക്സിമം കപ്പാസിറ്റൻസ് കിട്ടുന്നത് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴും മിനിമം കപ്പാസിറ്റൻസ് കിട്ടുന്നത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴായിരിക്കും. തിരിഞ്ഞു പോകരുത്. റെസിസ്റ്ററിൻ്റെ കേസിൽ നേരെ തിരിച്ചാണ്. റെസിസ്റ്ററിൻ്റെ കേസിൽ മാക്സിമം റെസിസ്റ്റൻസ് കിട്ടുന്നത് സീരീസ് ആയിട്ട് വയ്ക്കുമ്പോഴും മിനിമം റെസിസ്റ്റൻസ് കിട്ടുന്നത് പാരലായിട്ട് വയ്ക്കുമ്പോഴുമാണ്. ഇവിടെ നേരെ തിരിഞ്ഞു വരും. മാക്സിമം കപ്പാസിറ്റൻസ് കിട്ടുന്നത് പാരലായിട്ട് വയ്ക്കുമ്പോൾ, മിനിമം കപ്പാസിറ്റൻസ് കിട്ടുന്നത് സീരീസ് ആയിട്ട് വയ്ക്കുമ്പോൾ. അപ്പോൾ ഇതാണ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് 1-2 എക്സാമ്പിൾസുകൾ മാത്രം നോക്കാം. കൂടുതൽ എക്സാമ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പ്രോബ്ലംസ് ഞാൻ തരാം. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ നമുക്ക് കൂടെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ 1-2 പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യം എളുപ്പമുള്ളൊരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്തൊരു ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഫൈൻഡ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ C1, C2, C3 എന്ന് പറയുന്ന 3 കപ്പാസിറ്ററുകളുണ്ട്. ഈ 3 കപ്പാസിറ്ററുകളിൽ നിന്ന് അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഫിഗറിലേക്ക് നോക്കുക. ഈ ഫിഗറിൽ നിന്ന് ഏതൊക്കെ കപ്പാസിറ്ററുകളാണ് സീരീസ്, ഏതൊക്കെ കപ്പാസിറ്ററുകളാണ് പാരലൽ എന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഞാൻ റെസിസ്റ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ പഠിപ്പിച്ചപ്പോൾ പ്രോബ്ലം ചെയ്ത സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ്. നമ്മൾ മാക്സിമം പ്രോബ്ലം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒന്നുകിൽ ഇവിടുന്ന് ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പരിചയമുള്ളവരാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും ഏതൊക്കെയാണ് സീരീസ്, ഏതൊക്കെയാണ് പാരലൽ എന്ന്. അങ്ങനെ പറയാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഈ സർക്യൂട്ടിനെ ഒന്ന് മാറ്റി വരയ്ക്കുക. ഞാൻ ഈ സർക്യൂട്ടിനെ ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാനായിട്ട് പോവാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ഞാൻ ആ സെല്ല് അതുപോലെ വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെല്ല് അതുപോലെ വരച്ചു. ആ സെല്ല് വരുന്നിടത്ത് ഒരു 10 മൈക്രോ ഫാരഡ് എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ സെല്ല് വരുന്ന സ്ഥലത്ത് ഒരു 10 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ വയ്ക്കുന്നു. അപ്പോൾ C1 is equal to 10 മൈക്രോ ഫാരഡ് ആണ്. ഇനി ആ 10 മൈക്രോ ഫാരഡിൽ നിന്ന് അടുത്ത ലൈൻ വരുന്നു. 10 മൈക്രോ ഫാരഡിൽ നിന്ന് അടുത്ത ലൈൻ. ഈ വരുന്ന ലൈൻ അവിടെ വെച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ പാരലായിട്ട് എഴുതാം. എങ്ങനെയാണ്, ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി ആ ഒന്നാമത്തെ ലൈനിൽ C2 എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഇതാ ഒന്നാമത് സ്പ്ലിറ്റ് ചെയ്ത സ്ഥലത്ത് ഞാൻ അടുത്തത് വയ്ക്കുന്നു C2. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 മൈക്രോ ഫാരഡ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത് സ്പ്ലിറ്റ് ചെയ്ത സ്ഥലത്തും ഒരു കപ്പാസിറ്റർ ഉണ്ട് C3. അവിടെ ഞാനൊരു കപ്പാസിറ്റർ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ C3 എന്ന് പറയുന്ന കപ്പാസിറ്റർ. അതിൻ്റെ വാല്യൂവും 5 മൈക്രോ ഫാരഡ് ആണ്. നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ഒന്നാമത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും, അതായത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് മാറിയ 2 ഭാഗങ്ങൾ, ഇത് രണ്ടും വീണ്ടും വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കൂടിച്ചേരുന്നുണ്ട്. ഈ കപ്പാസിറ്ററിൻ്റെ ഒരു എൻഡും ഈ കപ്പാസിറ്ററിൻ്റെയും C2വിൻ്റെ ഒരു എൻഡും C3യുടെ ഒരു എൻഡും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടിച്ചേരുന്നുണ്ട്. അപ്പോൾ ഞാൻ C2വിൻ്റെ എൻഡും C3യുടെ എൻഡും കൂടെ എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്തു. ആ കൂടിച്ചേരുന്ന സ്ഥലം നേരെ വന്ന് ചേരുന്നത് സെല്ലിൻ്റെ നെഗറ്റീവിലേക്കാണ്. അപ്പോൾ ഈ കൂടിച്ചേർന്ന സ്ഥലം നേരെ വന്ന് ചേരുന്നത് എവിടേക്കാണ്, സെല്ലിൻ്റെ നെഗറ്റീവിലേക്കാണ്. അപ്പോൾ ഈ പടം തന്നെയാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്.
അതായത് ഇതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പടമാണ് ഈ വരച്ചിരിക്കുന്നത്. ഇവ നമുക്ക് പറയാൻ എളുപ്പമാണ്. C2ഉം C3യും എന്താണ്, പാരലലാണ്. ആ കിട്ടുന്ന അത് രണ്ടും കൂടെ ചേർന്നൊരു കോമ്പിനേഷൻ കാരണം ഒരു വാല്യൂ കിട്ടും. ആ കിട്ടുന്ന വാല്യൂവും C1ഉം എന്താണ്, സീരീസ് ആണ്. അപ്പോൾ നോക്കാം, C2 ആൻഡ് C3 ആർ പാരലൽ. C2ഉം C3 എന്താണ്, പാരലാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റിന് ഞാൻ C23 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. പാരലൽ ആയതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ്, C is equal to C1 plus C2 plus C3 എന്നാണ്. ഇവിടുത്തെ കേസിൽ എങ്ങനെ മാറും, C23 is equal to C2 plus C3, that is equal to 5 plus 5, that is equal to 10 microfarad. 10 microfarad. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് പകരം എനിക്ക് അവിടെ ഒരു സിംഗിൾ കപ്പാസിറ്റർ വെക്കാം. ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ആണ് എത്ര എന്ന് പറയുന്നത്, 10 microfarad. അതാണ് എഫക്റ്റീവ് ഉദ്ദേശിക്കുന്നത്. ആ രണ്ട് കപ്പാസിറ്ററുകളെ മാറ്റിയിട്ട് അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ കപ്പാസിറ്റർ വെക്കാം. ആ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്ര ആയിരിക്കണമെന്ന് മാത്രം, ആ കോമ്പിനേഷൻ്റെ വാല്യൂ 10 microfarad ആയിരിക്കണമെന്ന് മാത്രം. അപ്പോൾ ആ വെക്കുന്ന കപ്പാസിറ്റർ, അതായത് ഏത് കപ്പാസിറ്റർ, C23യും ഈ C1ഉം എന്താണ്, സീരീസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത് എഴുതാം, C1 ആൻഡ് C23 ആർ സീരീസ്. അത് രണ്ടും എന്താണ്, സീരീസ് ആണ്. ദെൻ 1/C is equal to 1/C1 plus 1/C23, that is equal to 1/10 plus 1/10, that is equal to 2/10 is equal to 1/5. അത് 1/C ആണ്. ദെൻ C is equal to 5 microfarad. എന്ന് പറഞ്ഞാൽ ഈ 3 കപ്പാസിറ്ററുകൾക്ക് പകരം എനിക്ക് അവിടെ എന്ത് വെച്ചാൽ മതി, ഒരു സിംഗിൾ കപ്പാസിറ്റർ വെച്ചാൽ മതി, ദാറ്റ് ഈസ് 5 microfarad. അപ്പോൾ ഇതാണ് പ്രോബ്ലം. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് ശീലിച്ചാലും മതി. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ സീരീസ് ഏതാണ്, പാരലൽ ഏതാണെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നെക്സ്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യനാണ് ഞാൻ ബോർഡിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ സെല്ല് വെച്ചിട്ടില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എയ്ക്കും ബിക്കും ഇടയിലുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ്. ദാറ്റ് മീൻസ് എയ്ക്കും ബിക്കും ഇടയിലാണ് എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്, സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കാണ്, അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്കാണ് എന്ത് ഫ്ലോ ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് മനസ്സിലാക്കുക. ഈ ഫിഗർ കണ്ടുകൊണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ഒരിക്കലും തിരിതിരിക്കരുത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പടം കാണുമ്പോൾ നമുക്കിവിടെ സീരീസ് കണക്ഷൻ ഏതൊക്കെയാണ്, പാരലൽ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ പടത്തിനെ മാറ്റി വരയ്ക്കുക, ഈ സർക്യൂട്ട് ഡയഗ്രത്തിനെ മാറ്റി വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ സർക്യൂട്ട് ഡയഗ്രം ഒന്ന് മാറ്റി വരയ്ക്കാൻ പോവാണ്, ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാൻ പോവാണ്. ഞാൻ ജസ്റ്റ് വാല്യൂസ് എടുക്കുന്നില്ല, C1 C2 C3. ഇവിടെ C1, ഇത് C2 C3 C4 C5 C6 ആ വാല്യൂസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നോക്കുക, എയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എ ആണ്. എയിൽ നിന്ന് വരുമ്പോൾ ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിനെ ഞാൻ C1 എന്ന് വിളിച്ചു. എയിൽ നിന്ന് വരുമ്പോൾ ഒരു കപ്പാസിറ്റർ ഉണ്ട്, C1 എന്ന് പറയുന്ന കപ്പാസിറ്റർ, ഞാൻ അതിനെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ വെച്ചാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വെച്ച് ഇങ്ങോട്ടേക്ക് ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇത് തന്നെ വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ വയർ ഇവിടെ ആണെന്ന്. ഇതിനെ നേരെ കൊണ്ടുവന്ന് ഇവിടെ ബുദ്ധിപ്പിക്കുന്നു വിചാരിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് അത് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്, 3 സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഈ വയറിനെ ഇവിടെ ബന്ധിപ്പിക്കുന്നു എന്ന് പറയുന്നതും ഈ വയറിനെ ഇവിടെ ബന്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഈ പോയിന്റിൽ വെച്ച് കപ്പാസിറ്റർ എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈൻ എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, 3 സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് 3 സ്പ്ലിറ്റിംഗ് വന്നാൽ അപ്പോൾ പാരലാക്കിക്കുക. 1 2 3 സ്പ്ലിറ്റ് ചെയ്തു. ആ ആദ്യം സ്പ്ലിറ്റ് ചെയ്തതിനകത്ത് ആദ്യം ഒരു C2 എന്ന് പറയുന്ന കപ്പാസിറ്റർ ഉണ്ട്. ഞാനപ്പോൾ അവിടെ ഒരെണ്ണം വരച്ചു, C2. ഇനി ആ C2 എന്ന് പറയുന്ന എൻ്റെ നേരെ വന്ന് വീണ്ടും ഒരു കപ്പാസിറ്ററോടെ വരുന്നു, ഏതാണ്, C3. അപ്പോൾ അതിന് നേരെ ഞാൻ അടുത്തത് വരയ്ക്കുന്നു, C3. സ്പ്ലിറ്റ് ചെയ്താൽ മാത്രം എന്ത് ചെയ്യുക, പാരലാക്കുക, അല്ലാത്തപ്പോഴെല്ലാം സീരീസ് ആക്കുക. ഇനി C3 നേരെ വരുന്നത് C4ലേക്കാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഒരെണ്ണം വരയ്ക്കുന്നു, C4. ഓക്കെ, ഇനി ഞാൻ രണ്ടാമത്തെ ലൈൻ നോക്കുകയാണ്. ഇത് എവിടെ നിന്ന് വരുന്നു, ഒന്ന് ഇതും ഒന്ന് ഇതുമാണ്. രണ്ടാമത്തെ ലൈനിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു C5 ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലൈനിൽ ഞാൻ വരയ്ക്കുന്നു C5 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ വയൽ എങ്ങനെയാണെന്ന് വിചാരിക്കുക, ഇത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലൈൻ. അവിടെ ഏതുണ്ട്, C5 ഉണ്ട്. മൂന്നാമത്തെ ലൈനിൽ ഏതുണ്ട്, C6 ഉണ്ട്. മൂന്നാമത്തെ ലൈനിൽ C6 വരച്ചു. ഓക്കെ, ഇനി നോക്കുക, C4ൻ്റെ എൻഡ് ചേർന്നിരിക്കുന്നത് ഇവിടെ, C5ൻ്റെ എൻഡ് ചെന്ന് വന്നിരിക്കുന്നത് ഇവിടെ, C6ൻ്റെ എൻഡ് വന്നിരിക്കുന്നത് ഇവിടെ. എന്ന് പറഞ്ഞാൽ C4 C5 C6 ഇതിൻ്റെ മൂന്നിൻ്റെയും എൻഡുകൾ വരുന്നത് എവിടെയാണ്, ഒരേ പോയിന്റിലേക്കാണ്. C4 C5 C6 ഇത് മൂന്നും വരുന്നത് ഒരേ പോയിന്റിലേക്കാണ്. ദാറ്റ് ഈസ് ദിസ് പോയിന്റ്. ആൻഡ് ദിസ് പോയിന്റ് ഈസ് ഗോയിങ് ടു B. ആ പോയിന്റ് പോയേക്കുന്നത് എങ്ങോട്ടേക്കുമാണ്, ബിയിലേക്കുമാണ്. അപ്പോൾ ഈ പടത്തിനെയാണ് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്.
നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഈ രീതിയിൽ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ. ആരൊക്കെ സീരീസ് ആണ്? C2ഉം C3ഉം C4ഉം സീരീസ് ആണ്. അപ്പോൾ അത് ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അപ്പോൾ ഈ 3 പകരം നമുക്ക് അത് വയ്ക്കാം. ആ കിട്ടുന്ന വാല്യൂവും C5ഉം C6ഉം പാരലലാണ്. അത് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് പകരം ഒരു സിംഗിൾ ഒരെണ്ണമാവും. ആ കിട്ടുന്നതും C1ഉം എന്താണ്? സീരീസ് ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. ഞാൻ സോൾവ് ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്തിട്ട് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. കിട്ടുന്ന ആൻസർ കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കാം. ആൻസർ ഏകദേശം 20 മൈക്രോഫാരഡ് എന്നായിരിക്കും കിട്ടുന്നത്. ഞാൻ ചെയ്ത് നോക്കിയിരുന്നു. 20 മൈക്രോഫാരഡ് എന്നായിരിക്കും കിട്ടുന്നത്. ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡിഫിക്കൽറ്റീസ് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അപ്പോൾ നമ്മൾ എന്താണ് കപ്പാസിറ്റർ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒരു കപ്പാസിറ്റർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി ബൈ സ്റ്റോറിങ് ഇലക്ട്രിക് ചാർജ്. അതായത് ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്തുകൊണ്ട് നമ്മൾ ആരെ സ്റ്റോർ ചെയ്യും? ഇലക്ട്രിക്കൽ എനർജിയെ സ്റ്റോർ ചെയ്യും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് അവിടെ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുന്നതാണ്? ചാർജിനെ സ്റ്റോർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്ററിന് ഇനിഷ്യലി ചാർജ് ഒന്നും ഇല്ല എന്ന് കരുതുക. അതിൻ്റെ ചാർജ് 0 ആണ്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചാർജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു സെല്ല് ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ചാർജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെ ചാർജ് ചെയ്യണമെങ്കിൽ കുറച്ച് വർക്ക് ചെയ്യണം. ഇപ്പോൾ 0 ചാർജ് ആയിരുന്നു ആദ്യം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചാർജ് Q ആയി. അപ്പോൾ ഇതിൻ്റെ ചാർജ് 0യിൽ നിന്ന് Qവിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കുറച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ കൊടുക്കുന്ന സോഴ്സ്, എക്സ്റ്റേണൽ സോഴ്സ്, അത് സെല്ലാവാം, എന്ത് വേണമെങ്കിലും ആവാം. ആ എക്സ്റ്റേണൽ സോഴ്സ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കുറച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ദാറ്റ് വർക്ക് വിൽ ബി സ്റ്റോർഡ് ആസ് ഇലക്ട്രിക്കൽ എനർജി. ആ വർക്കായിരിക്കും എന്തായിട്ട് സ്റ്റോർ ചെയ്യുക? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ഇക്വേഷൻ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ് എന്നാണ്. വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ് എന്നാണ്. ഇതൊന്നും നമുക്ക് കിട്ടും V ഈസ് ഈക്വൽ ടു W/Q അല്ലെങ്കിൽ W ഈസ് ഈക്വൽ ടു V/Q എന്ന് കിട്ടും. ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. W ഈസ് ഈക്വൽ ടു V/Q. അതായത് വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ഇൻക്രീസ് the charge of a capacitor by dq. dq എന്ന് പറയുന്നത് ചെറിയ അളവ്. നമ്മുടെ കയ്യിലൊരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്ററിൻ്റെ പൊട്ടൻഷ്യൽ V ആണെന്ന് കരുതുക. ആ കപ്പാസിറ്ററിൻ്റെ ചാർജ് ഒരു dq എമൗണ്ട് കൂട്ടാൻ ആവശ്യമായ വർക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ്? dW ഈസ് ഈക്വൽ ടു V/dq ആണ്. കാരണം പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കിട്ടും. നമുക്ക് ചെയ്യേണ്ടത് എത്രയാണ്? dq എമൗണ്ട് ആണ്. ദെൻ dW ഈസ് ഈക്വൽ നമുക്ക് എന്ത് പറയാം? V/dq എന്ന് പറയാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് എങ്കിൽ the total work done to increase the charge of a capacitor from 0 to Q. 0 എന്ന് പറയുന്ന ചാർജ് ആയിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നത്. ആ ചാർജിന് എനിക്ക് കൂട്ടി എവിടം വരെ കൊണ്ടുവരണം? Q വരെ കൊണ്ടുവരണം. dq എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ടിൻ്റെ വർക്കാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് 0 to Q ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to Q V/dq. ഇൻ്റഗ്രൽ 0 to Q V/dq. ഇനി നമുക്ക് അറിയാവുന്ന കാര്യം, ഫോർ എ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. C ഈസ് ഈക്വൽ ടു Q/V ഓർ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും V ഈസ് ഈക്വൽ ടു Q/C. C ഈസ് ഈക്വൽ ടു Q/V ആണെങ്കിൽ V ഈക്വൽ ടു എന്തായിരിക്കും? Q/C ആയിരിക്കും. അപ്പോൾ നമുക്കിതാ ഈ Vക്ക് പകരം എന്ത് കൊടുക്കാം? Q/C എന്ന് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ എളുപ്പത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൊണ്ട് ക്യാപിറ്റൽ Q നടന്നോട്ടെ. ഇവിടെ ഞാൻ സ്മാൾ Q എടുക്കുകയാണ്. Q/V ഇതപ്പോൾ എന്തായിരിക്കും? Q/C. ക്യാപിറ്റൽ Q ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് Vക്ക് പകരം എന്ത് കൊടുക്കാം? Q/C എന്ന് കൊടുക്കാം. ദെൻ W ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to Q Vക്ക് പകരം Q/C dq. ദാറ്റ്സ് ഈക്വൽ ടു C കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1/C ഇൻറ്റു ഇൻ്റഗ്രൽ 0 to Q dq. നമ്മൾ പഠിച്ചിട്ടുണ്ട്
ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ ആണ്. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എൻ പ്ലസ് വൺ ആണ്. ഇവിടെ നോക്കുക, ഇൻ്റഗ്രൽ ക്യൂ ഡി ക്യൂ എന്ന് വെച്ചാൽ ക്യൂ റൈസ് ടു വൺ ഡി ക്യൂ എന്നാണ്. ക്യൂ റൈസ് ടു വൺ ഡി ക്യൂ, അതായത് എന്നിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? 1 ആണ്. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ 1/c ഇൻറ്റു ക്യൂ റൈസ് ടു 1 + 1 ഡിവൈഡഡ് ബൈ 1 + 1 ഫ്രം ദ ലിമിറ്റ് 0 to q. That is equal to 1/c into q square by 2 from the limit 0 to q ആണ്. That is 1/c is equal to, ആദ്യം ക്യൂബിന് അപ്പർ ലിമിറ്റ് കൊടുക്കുക, that is 1/c into capital Q square by 2 minus 0, that is equal to q square divided by 2c. This is the work done. അപ്പോൾ 0 എന്ന് പറയുന്ന ചാർജിൽ നിന്ന് ക്യൂ ചാർജിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വർക്ക് ഡൺ എത്ര നേടി? ക്യൂ സ്ക്വയർ ബൈ 2c നേടി. അതൊന്നും നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് ദിസ് വർക്ക് ഡൺ വിൽ ബി സ്റ്റോർഡ് ആസ് ദി എനർജി. അപ്പോൾ നമുക്ക് എനർജി പറയാം. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, എനർജി യു ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. നമുക്ക് ഇക്വേഷനെ വേണമെങ്കിൽ ഒന്ന് മോഡിഫൈ ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ക്യൂ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി ആണെന്നറിയാം. ഇതിൽ നിന്ന് നമുക്ക് ക്യൂ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി എന്ന് കിട്ടും. ക്യൂവിന് പകരം എന്ത് എഴുതാം? സി ഇൻറ്റു വി. അപ്പോൾ ഞാൻ ഈ ക്യൂ സ്ക്വയറിനെ ഒന്ന് മാറ്റുകയാണ്. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു ക്യൂവിന് പകരം സിയും കൊടുക്കാം. അപ്പോൾ സി സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c ആണ്. ഈ ഒരു സിയും ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ പറയാം, ഹാഫ് സി വി സ്ക്വയർ. വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ ആണ്. അതിന് ഞാൻ സി ഇൻറ്റു വി എന്ന് എഴുതുന്നു, കുഴപ്പമൊന്നുമില്ല. സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ആണ്. സി വി എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. അപ്പോൾ യു ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? ഹാഫ് ക്യൂ വി എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ 3 ഇക്വേഷൻസ് എഴുതാം. ഒന്നുകിൽ ക്യൂ സ്ക്വയർ ബൈ 2c, അല്ലെങ്കിൽ ഹാഫ് സി വി സ്ക്വയർ, അല്ലെങ്കിൽ ഹാഫ് ക്യൂ വി. ഈ 3 ഇക്വേഷൻസ് നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ദ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിന് യൂസ് ചെയ്യാം. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് കണ്ടു നോക്കുക. വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളുക, കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് ദ എനർജി ഡെൻസിറ്റി. ഈ കപ്പാസിറ്ററിൻ്റെ എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരിക്കും എന്ന് കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എനർജി ഡെൻസിറ്റി. അപ്പോൾ നമുക്കിപ്പോൾ എനർജിയുടെ ഇക്വേഷൻ കിട്ടി. ക്യാപിറ്റൽ യു ഇസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c. ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2c നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇഫ് സിഗ്മ ഈസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. നമുക്ക് പറയാം സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ ആണ്, അല്ലെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ എ ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ് ക്യൂ ഈസ് ഈക്വൽ ടു സിഗ്മ എ. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് ആൾസോ ഫോർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ സി ഈസ് ഈക്വൽ ടു എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി. എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി. അപ്പോൾ ഞാൻ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ഈ 2 വാല്യൂസ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ മാറും. യു ഈസ് ഈക്വൽ ടു ക്യൂവിന് പകരം സിഗ്മ എ, ക്യൂ സ്ക്വയർ ആയതുകൊണ്ട് സിഗ്മ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സിക്ക് പകരം എ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ഡി. അപ്പോൾ ഡി അങ്ങ് മുകളിൽ പോവും. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ എ സ്ക്വയർ. ഈ ഡി അങ്ങ് മുകളിൽ പോകുന്നു. ഡി ഡിവൈഡഡ് ബൈ താഴെ 2a എപ്സിലോൺ 0, 2a എപ്സിലോൺ 0. ഇതിനകത്തൊരെയും ക്യാൻസലായി. ഇനി ഓൾസോ അറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 പഠിച്ചതാണ് നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പഠിച്ചപ്പോൾ. ഇതിൽ നിന്ന് നമുക്ക് സിഗ്മ ഈസ് ഈക്വൽ ടു ഇ എപ്സിലോൺ 0 എന്ന് കിട്ടും. സിഗ്മ ഈസ് ഈക്വൽ ടു ഇ എപ്സിലോൺ 0. അപ്പോൾ എനിക്ക് സിഗ്മയ്ക്ക് പകരം ഇ എപ്സിലോൺ 0 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ആണ്. അപ്പം ഇ സ്ക്വയർ എപ്സിലോൺ 0 സ്ക്വയർ എ ഡി ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ 0. ഇതിനകത്തൊരു എപ്സിലോൺ 0യും ക്യാൻസൽ ആവുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഇങ്ങനെയാണ്. യു ഈസ് ഈക്വൽ ടു 1/2 ഇ സ്ക്വയർ എപ്സിലോൺ 0 എ ഇൻറ്റു ഡി. എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം എ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ആണ്. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു 1/2 ഇ സ്ക്വയർ എപ്സിലോൺ 0 ഇൻറ്റു വോളിയം. ഞാൻ ഈ വോളിയത്തിനെ ഇപ്പുറം കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് എനർജി ഡിവൈഡഡ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു ഹാഫ് ഇ എപ്സിലോൺ 0
ഇ സ്ക്വയർ എപ്സിലോൺ 0. അപ്പോൾ എനർജി ബൈ വോളിയം ഈസ് കാൾഡ് എനർജി ഡെൻസിറ്റി. ദെൻ എനർജി ഡെൻസിറ്റി ഞാൻ എന്നെ സ്മാൾ യു കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. യു ഈസ് ഈക്വൽ ടു ഹാഫ് ഇ സ്ക്വയർ എപ്സിലോൺ 0. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി ഡെൻസിറ്റി. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക, അങ്ങനെ എക്സാം ചോദിച്ച് കണ്ടിട്ടില്ല. എനർജി ഓഫ് എ പാരബോളൈറ്റ് അല്ലെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററാണ് എക്സാമിന് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഇത് ചോദിച്ചേക്കാം, ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നമുക്കിനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു കപ്പാസിറ്റേഴ്സിൻ്റെ ടോപ്പിക്കുകൾ കഴിഞ്ഞു. നമുക്കിനി പഠിക്കാനുള്ളത് ഒരേ ഒരു കാര്യം കൂടാണ്, വാൻറ്റി ഗ്രാഫ് ജനറേറ്റർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അത് നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ, പറ്റുമെങ്കിൽ അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യും, വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതുകൂടാകുമ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സും അതുപോലെ എനർജി ആൻഡ് എനർജി ഡെൻസിറ്റി ഓഫ് കപ്പാസിറ്റർ, ഇത്രയും ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, കാര്യങ്ങളൊക്കെ മനസ്സിലായി, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.